സ്മൃതി മാത്യു, പറയൂ. താങ്കൾക്ക് പറയാം, നിങ്ങൾ ചോദ്യം കേട്ടില്ല. രാംലീല മൈതാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോകുന്നു. അത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമല്ല, ബഹുജന പ്രക്ഷോഭമാകുമെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അപ്പുറത്ത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തു ഈ നിമിഷം വരെ? സ്മൃതി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യത നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള സമിതിയെ മാറ്റിക്കൊണ്ട് 2 സർക്കാർ പ്രതിനിധികളെ വെച്ചുകൊണ്ട് തികച്ചും ഏകാധിപത്യ രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഇപ്പൊ നടന്നേക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് ഓരോ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനെന്നുള്ളത് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. രണ്ടാമത്തേത്, തെരഞ്ഞെടുപ്പ് പരാജയം BJP മുന്നിൽ കണ്ടുകൊണ്ട് BJP ആകെ വിരളി പൂണ്ട് നടക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഹേമന്ത് സോറനെ ആദ്യം അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ രണ്ടാമത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. അവർക്ക് ഡൽഹിയിലെ എല്ലാ സീറ്റുകളും നഷ്ടപ്പെടും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഒരു പ്രതിച്ഛായ തകർക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഐക്യം തകർക്കണം. ഇതെല്ലാമാണ് BJPയുടെ പദ്ധതിയിലുള്ളത്. ഇപ്പൊ ഈ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറഞ്ഞു BJP ഭയങ്കര പുണ്യാളന്മാരായിട്ടുള്ള ഒരു പാർട്ടിയാണെന്നുള്ളത്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒന്നും ഒരു അഴിമതിയും ഇല്ല. അവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സെൻട്രൽ ഏജൻസികളുടെ സ്വാതന്ത്ര്യത, അത് പറഞ്ഞ പോലെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടു എത്ര പേരെ റെയ്ഡ് ചെയ്തു, എത്ര പേരെ ഭീഷണിപ്പെടുത്തി, എങ്ങനെയാണ് ഈ സ്വതന്ത്ര ഏജൻസികൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്രയും നമുക്ക് പറയാനുള്ളൂ. പ്രതിപക്ഷ ഐക്യം മുന്നിൽ കൊണ്ടുകൊണ്ട് BJP തെരഞ്ഞെടുപ്പ് പരാജയം ഉറപ്പായിട്ട് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ അവർക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എക്സ്ട്രീം പൊളിറ്റിക്സ് എന്ന രീതിയിലോട്ട് അവരിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെയാണ്. അതിനൊരു ബഹുജന പ്രക്ഷോഭമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ BJP എല്ലായിടത്തും സെൻട്രൽ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തേക്കുന്നത്. ഇത്രയും ഇവർക്ക് അരവിന്ദ് കെജ്രിവാളിനെതിരെ ആദ്യത്തെ അഴിമതി ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. ആ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ മനീഷ് സിസോദിയനെ അറസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അറസ്റ്റ് ചെയ്ത 2023 ഫെബ്രുവരിയിൽ അറസ്റ്റ് ചെയ്തതാണ്. 1 വർഷമായിട്ടും BJPക്ക് ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു ചാർജ് ഷീറ്റോ കുറ്റപത്രമോ ഒന്നുമില്ല കേന്ദ്ര ഏജൻസികൾക്ക്. ഇപ്പോഴും അവർക്ക് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. ഇത് തന്നെയാണ് നമ്മൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ 2G കേസ് നടന്നത്. ഞങ്ങളുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന രാജയെ അറസ്റ്റ് ചെയ്തു. 10 വർഷം അയാൾ ജയിലിൽ കിടന്നു. അതിനുശേഷം വന്നപ്പോൾ കോടതി വിധി വന്നപ്പോഴത്തേക്കും കുറ്റക്കാരല്ലാന്ന് തീരുമാനിച്ചു. ഈ 10 വർഷം ജയിലിൽ കിടന്ന് പോയില്ലേ? അത് വീണ്ടും ഇപ്പൊ പൊടി തട്ടി എടുക്കുകയാണ്. കാരണം അവർക്ക് അത് അടുത്തൊരു DMK-നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് അതും ഉപയോഗിക്കണം. ഇതെല്ലാമാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നേർക്ക് നേരെ നിന്ന് നട്ടലുള്ള രാഷ്ട്രീയം ചെയ്ത് വിജയിക്കാനുള്ള കരുത്ത് ഇന്ന് BJPക്ക് ഇല്ല. അതേപോലെ പേടിയാണ്. കാരണം 12,000 കോടി രൂപയുള്ള ഇലക്ട്രൽ ബോണ്ട് അഴിമതി, അതുകൂടാതെ കോടിക്കണക്കിന് രൂപയുള്ള ഇപ്പൊ അദാനിയെ വെച്ചിട്ട് മഹാരാഷ്ട്രയിലെ 80,000 കോടി രൂപയുടെ അഴിമതിയാണ് ധാരാവി റീഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. ബോംബെ എയർപോർട്ട് GVK-നെ റെയ്ഡ് ചെയ്തിട്ട് ആ എയർപോർട്ടിന്റെ വില ഭയങ്കരമായിട്ട് കുറച്ച് കാണിച്ചുകൊണ്ടാണ് അദാനിക്ക് കൊടുത്തത്. ഇപ്പൊ പറയുന്നു അദാനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അദാനിക്ക് എയർപോർട്ട് നടത്തി ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത അദാനിക്കാണ് ബോംബെ പോലത്തെ ഒരു മഹാനഗരത്തിലെ എയർപോർട്ട് കൊടുത്തത്. അതേപോലെ തന്നെ PM കെയർ ഫണ്ട് കോടതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് അതൊരു ഗവൺമെന്റ് ഫണ്ട് അല്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൽ നേടിയെടുത്ത 20,000 കോടി രൂപ അതും കറപ്ഷനാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും CSR ഫണ്ടുകൾ എടുത്തുകൊണ്ടാണ് PM കെയർ ഫണ്ടിലോട്ട് പോയേക്കുന്നത്. ഇത്രയധികം അഴിമതി കാണിച്ച, ഇത്രയധികം പച്ചക്കള്ളം ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് വിഡ്ഢികളാക്കിയ ഒരു BJP എന്ന് പറയാൻ പറ്റില്ല. 2 വ്യക്തികൾ കൂടി BJP-നെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP-യിൽ തന്നെ വളരെയധികം അമർഷമുണ്ട്. ഒരുപാട് നേതാക്കൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ 2 വ്യക്തികൾ ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എല്ലാവരും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചോദ്യം നിർത്തിക്കൊണ്ട് അതാണ് അവർ ചെയ്യുന്നത്. അനിവാര്യമാണ്, ഒഴിവാക്കാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ കേന്ദ്ര ഏജൻസികൾ ആപ്പിലെ അടുത്ത നേതാക്കളിലേക്കും കടക്കുമെന്നൊരു സൂചനയുണ്ട്. ഇപ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട പഞ്ചാബ് സർക്കാരിനെതിരെയും അവിടുത്തെ BJP പരാതി നൽകുകയാണ്. ED അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ആപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുള്ളത്? അവരെയൊക്കെ പിടികൂടുക, അങ്ങനെ ആപ്പ് എന്ന പാർട്ടി തന്നെ ഇല്ലാതാവുക എന്നൊരു ലക്ഷ്യമുണ്ടാകും. അതിലപ്പുറം പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടികളിലേക്ക് കൂടി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കടക്കുമെന്നുള്ള ആശങ്കയുണ്ടോ? ആശങ്കയല്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് നടക്കുമെന്നുള്ളത്. കാരണം ആപ്പ് പഞ്ചാബിലോട്ടും പോകും. അത് കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെല്ലാം പ്രതിപക്ഷമുണ്ടോ അവിടെയെല്ലാം BJP പോയിരിക്കും. BJPയുടെ ഫ്രണ്ടൽ ഓർഗനൈസേഷനായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI-യും വെച്ചായിരിക്കും അവർ നീങ്ങുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. BJPക്ക് അതല്ലാതെ നേരിട്ട് രാഷ്ട്രീയം ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലനിൽപ്പില്ല, രാഷ്ട്രീയത്തിൽ നിൽക്കാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങൾ നേരിടാനുള്ള ശക്തിയുമില്ല. അത്രയ്ക്ക് അഴിമതിയിൽ കുളിച്ച് നിൽക്കുന്ന, സ്വേച്ഛാധിപത്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് BJP.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.